തുറന്നു പറയാം. ഉത്തരമറിയാത്ത ചോദ്യങ്ങൾക്കും ഒതുക്കിവെച്ച ആശങ്കകൾക്കും വിരാമമായി. തുറന്നു പറയാം എന്ന ടോക്ക് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന പാനലിസ്റ്റായിരിക്കുന്ന സജി കെ പി സാർ, നിസി ജേക്കബ്, ഷൈജു ഞാറക്കൽ, മാത്യു സാർ, നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വിവിധങ്ങളായ സഭകളിൽ നിന്ന് അതിനെ പ്രദാനം ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. പുതിയ എപ്പിസോഡിൽ പുതിയൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ ആത്മീകമായി വളർത്തുവാൻ കഴിയും, സുവിശേഷ വേലയിലേക്ക് അവരെ സജ്ജരാക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഓപ്പണിംഗ് അഡ്രസ്സിന് വേണ്ടി നിസി ജേക്കബ് സിസ്റ്റർ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ഈ ഒരു വിഷയം പൂർണ്ണമായിട്ട് ഒരു രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ സഭ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് വേർഡ് എക്ലീസിയ എന്നൊരു വാക്കിൻ്റെ അർത്ഥം, നമ്മൾ ആ ഒരു ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം പറയുന്നത് അൺകൺട്രോളബിൾ ബിൽഡിംഗ്ലെസ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അതായത് നിയന്ത്രണിതമായ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്ന ഒരു സ്ഥലമല്ല, ഒരു മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ 24/7 മാർക്കറ്റ് പ്ലേസിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എനിത്തിങ് ആൻഡ് എവറിത്തിങ്ങിലോട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ്. അപ്പം എല്ലാത്തിനെയും സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മൂവ്മെൻ്റാണ് കർത്താവ് സ്ഥാപിച്ച ഈ ഒരു സഭ എന്ന് പറയുന്നത്. ആ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രാക്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരാളോട് സുവിശേഷം പറയുക എന്നുള്ളതിനപ്പുറമായിട്ട് എന്താണോ ലോകത്തിൻ്റെ നീഡ്, എന്താണോ ആവശ്യം, അതിനനുസരിച്ച് നമ്മളൊരു സൊല്യൂഷൻ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചപ്പാട് നമ്മൾ കാണുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന നമുക്കിന്ന് പ്രശ്നമെന്ന് തോന്നുന്ന പലതിനും ഒരു തരത്തിൽ നമ്മളാണ് ഉത്തരവാദി. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി നീഡ്സ് ഉണ്ട് ലോകത്തിന് ചുറ്റും, നമ്മുടെ സഭയിലും ലോകത്തിലും നീഡ്സ് ഉണ്ട്. അതിനൊക്കെ ഒരു ആൻസർ ആവുന്ന ഒരു യുണീക്ക് പേഴ്സണാലിറ്റികളായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിവുകളും താലന്തുകളും നമ്മുടെ പേഴ്സണാലിറ്റിയും എല്ലാം, അതിനെല്ലാം ഉത്തരവാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ഈ ജോലി നമ്മൾ ചെയ്യാത്തപ്പോഴാണ് ഇന്ന് ലോകമായിരിക്കുന്ന, നമ്മൾ കുറ്റം പറയുന്ന ഈ അവസ്ഥയിലേക്ക് ലോകമായിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ഓപ്പണിംഗ് നോട്ടായിട്ട് ലെറ്റ് us ടേക്ക് ബാക്ക് അവർ ജോബ്. നമ്മുടെ ജോലി, നമ്മൾ ചെയ്യേണ്ടുന്ന ജോലി നമുക്ക് തിരിച്ചെടുത്ത് അത് ചെയ്യാൻ ആരംഭിക്കാം. അതിനായിട്ട് ഈ ചർച്ച മുഖാന്തരമാകട്ടെ. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഓപ്പണിംഗ് അഡ്രസ്സ് സിസ്റ്റർ നിസി ജേക്കബ് നമുക്ക് നൽകി തന്നു. ഇപ്പം ധാരാളം ചോദ്യങ്ങളുണ്ട്, പാസ്റ്റർമാർക്ക് തന്നെയുള്ള പല സംശയങ്ങളുണ്ട്. എങ്ങനെ എനിക്കൊരു തലമുറയെ ആ ഒരു നിലയിലേക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും, ആ ശുശ്രൂഷകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും, ഇക്വിപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദേവദാസന് ചോദ്യം ചോദിക്കുന്നു. തുറന്നു പറയുന്ന ഈ സംവിധാനത്തിൽ ഞങ്ങൾ സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്കൊരു മിഷനും ഉണ്ടായിരുന്നു. എന്നോട് പഠിച്ച കുര്യാക്കോസ് മുണ്ടക്കയം ഒന്നിച്ച് ഞങ്ങളുടെ ദർശനം ഭയങ്കരമായിരുന്നു. പക്ഷേ ഈ ദർശനം ഇപ്പോൾ 25 വർഷം പിന്നിടുന്നു. ഈ മിഷനും ഞങ്ങളുടെ ചർച്ചയിലില്ല. പറഞ്ഞു കൊടുത്താൽ പാസ്റ്റേഴ്സ് മാറി വരും, നിങ്ങൾ അവർ വരുന്ന കേൾക്കേണ്ടെന്ന് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ചില വിശ്വാസികളും അതിനകത്തുണ്ടാകും. അതിന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെ വിഷൻ, ഞങ്ങൾ പലതും ആഗ്രഹിച്ചു. പല ചർച്ചിലെ ബ്ലാങ്കെ കിടക്കുന്ന ചർച്ച് ചെയറിൽ വിഷൻ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വരണമേ എന്നുള്ളത്. അടുത്ത വർഷമല്ല, അടുത്ത മാസം, അടുത്ത ദിവസം ഞങ്ങൾ ടൈം കണക്കാക്കി ഇത്ര വർഷത്തിനുള്ളിൽ വരണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. ഇന്നും അതേ തന്നെ ഞങ്ങൾ നിൽക്കുന്നു. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് തലമുറയോട് പറയുമ്പോൾ അവർക്കത് ദർശനമായിട്ടൊന്നും അവർ കണക്കാക്കി അവർ കളിയാക്കി. വെള്ളപ്പൊക്കം വരുന്നതെന്ന് പിന്നെ നോഹ പറഞ്ഞപ്പോൾ കളിയാക്കുന്ന രീതിയിലാണ്. അതിനൊരു ഉത്തരം ഞങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു സാർ. സജി സാർ. താങ്ക് യു. പാസ്റ്റർ പറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പാസ്റ്റർ പറഞ്ഞത്. അത് 100% യാഥാർത്ഥ്യമാണെന്ന് തന്നെ ഞാനും അംഗീകരിക്കുന്നു. സഭാചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പല സമയത്തും ഇത് കാണുന്നുണ്ട്. എന്നാൽ സുപ്രധാനമായിട്ട് ഉണർവുകളൊക്കെ ഉണ്ടായൊരു ഇന്നേക്കൊരു 100 വർഷം മുമ്പ്
200 വർഷം മുമ്പൊക്കെ പല സമയങ്ങളും റിവൈവൽസ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പാസ്റ്റർ പറഞ്ഞ അതേ ഇല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴേക്കുള്ളൊരു സാഹചര്യമായിരുന്നു ചർച്ചുകളിൽ. ഭയങ്കര വിഷനോടെ സ്റ്റാർട്ട് ചെയ്ത ചർച്ചുകളിൽ പതുക്കെ പതുക്കെ ഇത് താഴ്ന്നു വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സ്പാർക്ക് ഉണ്ടായപ്പോഴാണ് മിഷണറി മൂവ്മെൻറ്റുകൾ ഉണ്ടായത്. ഒരു എക്സാമ്പിൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഒരിക്കലൊരു ചർച്ചിലൊരു മനുഷ്യൻ ഭയങ്കരമായിട്ട് മിഷനെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ, നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാമല്ലോ, പറ്റുന്ന കൊടുക്കുക എന്ന് പറഞ്ഞ് വലിയൊരു സ്വോത്രാഴ്ചപ്പെട്ടി മുമ്പിൽ കൊണ്ടുവച്ചു. ആൾക്കാരെല്ലാം വന്ന് അവർക്കുള്ളത് മുഴുവൻ സ്വോത്രാഴ്ച പാത്രത്തിൽ ഇട്ടു. അവസാനം ഒരു പയ്യൻ ഇത് കേട്ട് നിന്ന് അവൻ പുറകിൽ നിന്ന് ഇങ്ങനെ, അവനെ കണ്ടാലേ വലിയ ഡ്രസ്സൊന്നും അല്ല ഇട്ടേക്കും, നല്ല വലിയ വെൽ ടു ഡു ഫാമിലി ഒന്നുമല്ല, ഇവൻ വന്നേച്ച് സ്വോത്രാഴ്ച പാത്രത്തിൽ പിടിച്ച് കിടന്നങ്ങ് കരയോ. അപ്പോൾ ഈ പാസ്റ്റർ ഇറങ്ങി ചെന്നേച്ച് പറഞ്ഞു, മോനെ സാരമില്ലടാ, നിനക്കൊന്നും ഇടാൻ ഇല്ലാഞ്ഞിട്ടല്ലേ, കുഴപ്പമില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പറയും, പാസ്റ്ററേ ഞാൻ കരഞ്ഞത് എനിക്കൊന്നും ഇടാനില്ലാഞ്ഞിട്ടല്ല, ഞാൻ എന്നെ തന്നെ ഇടുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രസംഗം ഒരു കൊച്ചിനെ ഹിറ്റ് ചെയ്തു. ആ കൊച്ചിൻ്റെ പേരാണ് ചാൾസ് സ്പർജൻ. ആ കൊച്ച് അനേകായിരം പേരെ ഹിറ്റ് ചെയ്തു. ചിലപ്പം പാസ്റ്റർമാരായ നമുക്ക്, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകരായ നമുക്ക് ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ അകത്തൊരു സ്പാർക്ക് കൊടുക്കുന്നത് നമ്മൾ ജയിച്ചാൽ, ഒരുപക്ഷെ 100 പേര് നമ്മളെ കളിയാക്കുന്നതിനിടയ്ക്ക് ആ ഒരൊറ്റ കൊച്ചിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് തോന്നി ആ കൊച്ച് റിസീവ് ചെയ്യുന്നുണ്ട്. ആ കൊച്ചിനെ ഒന്ന് ഫോം ചെയ്തിട്ട് ആ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പോയാൽ ചിലപ്പോൾ ആ കൊച്ചായിരിക്കും 10,000 കർത്താവിന് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നയാൾ. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനാമുറിയിലിരിക്കുമ്പോൾ ദൈവം നമ്മുടെ അകത്ത് തരുന്ന ഒരു വിഷനായിരിക്കാം, നമ്മുടെ മെസ്സേജിൻ്റെ അകത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകി നമ്മൾ വിളിച്ചു പറയുന്ന ഒരു വരിയായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതിന് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ എന്നാണ് എനിക്ക് അതിൻ്റെ മറുപടിയായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ദൈവദാസന്മാർക്ക് പാസ്റ്റർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചിന്ത, തീർച്ചയായിട്ടും നമ്മുടെ ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുന്ന, അല്ലെ നമ്മുടെ പ്രസംഗങ്ങളിൽ മിഷൻ സ്റ്റോറികൾ പറയുന്നതും മിഷൻ ചലഞ്ച് കൊടുക്കുന്നതും അതൊക്കെ കുഞ്ഞുങ്ങളിൽ ഭയങ്കര സ്പാർക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ഇപ്പം നമ്മൾ അത് ഭവനത്തിലാണെങ്കിലും എല്ലാം നമ്മൾ കേൾക്കുന്നത് UK പോകണം, അമേരിക്കയിൽ പോകണം, ന്യൂസിലൻഡിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, നല്ല പഠിച്ച് മിടുക്കരാകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ഒരു വീട്ടിൽ തന്നെ 5 or 6 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീടുകളിൽ 1 ആയി. എന്നാൽ ആ 1 ദൈവത്തിന് കൊടുത്താൽ എങ്ങനെയാണെന്നുള്ളതാണ് പല പേരൻസും ചിന്തിക്കുന്നത്. എന്നാൽ അവരിലേക്ക് ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു ജോലിയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ് ഈ ശുശ്രൂഷയെന്ന് കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു വിജയമാകും. ആ ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ ആ ഒരു ഫോക്കസ് ദൈവദാസന്മാർക്കുണ്ടായാൽ നമുക്ക് ശേഷം നമുക്കൊരു ജനറേഷനെ ആ ഒരു ലീഡർഷിപ്പിലേക്ക് വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പ്ലസന്റ് പാസ്റ്റർ. എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ലോക്കൽ സഭകളിൽ യുവജനങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങളിൽ അവർക്ക് പങ്കാളിത്തമുണ്ട്, ഇല്ലെന്നല്ല. കുറച്ച് മുമ്പ് ഇവിടെ പലരും പറഞ്ഞ പോലെ വിവിധ നിലകളിൽ അവർ ദൈവദാസന്മാരെ സഹായിക്കുകയും ദൈവസഭയുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആത്മീയ ശുശ്രൂഷകളിൽ ഇവർക്കുള്ള പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? അത് ഇതുവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? പാസ്റ്റേഴ്സിൽ എത്രത്തോളം ആളുകൾ, എത്രത്തോളം പാസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? കുഞ്ഞുങ്ങളെ അതിലേക്ക് ആത്മീയ ശുശ്രൂഷകളിലേക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവരെ ആരാധനാ സമയത്ത് ഒന്ന് പ്രാർത്ഥിപ്പിക്കുന്നതിലോ, അല്ലെങ്കിൽ ഒരു ബൈബിൾ പോർഷൻ വായിപ്പിക്കുന്നതിലോ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഇവിടെ ആരോ പറഞ്ഞ പോലെ ഒരു ചെറിയ സമയം, ഒരു 3 മിനിറ്റെങ്കിലും ഒരാളെ കൊണ്ട് ഒരല്പമെങ്കിലും ഒരു ദൈവത്തിനെ ഷെയർ ചെയ്യുന്നതിലോ പാസ്റ്റേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ ലിഫ്റ്റപ്പ് ചെയ്താൽ മാത്രമേ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം പോലും അവർക്കുണ്ടാകാൻ കഴിയുള്ളൂ. അവരതനുസരിച്ച് മാത്രമേ വളർന്നു വരികയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒന്നും അറിയാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവത്തിൽ കൂടെ മാത്രമേ ആ ആൾ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലോക്കൽ സഭകളിൽ യുവജനങ്ങളെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കുവാൻ നമ്മുടെ ദൈവദാസന്മാർ എത്രത്തോളം ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ആദ്യമായിട്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് നമ്മുടെ സഭകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്, അവരിൽ എന്ത് താലന്താണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ പെന്തക്കോസ്തിൻ്റെ തുടക്കത്തിൽ പറയുമ്പം 1897 റിച്ചാർഡ് ജി സ്പർലിംഗ് എന്ന് പറയുന്ന മനുഷ്യനിൽ
ഉണ്ടായ പരിവർത്തനമാണ് പെന്തക്കോസ്ത് മൂവ്മെൻറ്റിൻ്റെ കാരണമായത്. അദ്ദേഹം തൻ്റെ മകനെ പരിപോഷിപ്പിച്ചു, ഓർഡൈൻ ചെയ്തു. അവിടെ നിന്നാണ് ഈ നവോത്ഥാനം ചാൾസ് പർഹാമിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, എത്തപ്പെട്ടത്. കാരണം അവരിലുണ്ടാകുന്ന പരിവർത്തനം ആഗ്നസ് ഒസ്മാനിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് ആ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയാണ് അന്ന് ആ ബൈബിൾ സ്കൂളിലെ ബഥേൽ ബൈബിൾ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്ന് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ പ്രേരണ അവർക്ക് നൽകി കിട്ടുന്നത് അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ, പഠിക്കാൻ, അവരെ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി തീർന്നു. ആത്മശക്തിയുണ്ട്, അന്യഭാഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ ഒരു ദർശനമുള്ള ഒരു സമൂഹം, അതുപോലെ ഉള്ള ഒരു സമൂഹം നമ്മുടെ ഇടയിൽ എഴുന്നേറ്റാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും എന്ന ബോധ്യത വരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ല എന്ന് വരികിൽ നാം പരാജയപ്പെട്ടു പോകും. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ റിച്ചാർഡ് ജി സ്പെർലിങ്ങും റിച്ചാർഡ് ഗ്രീൻ സ്പെർലിങ്ങും ഒക്കെ ഇത്തരത്തിലുള്ള ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി പരിപോഷിപ്പിക്കപ്പെട്ട് പോയതുകൊണ്ടാണ് സംഭവിച്ചത്. നമ്മുടെ ഇന്നത്തെ സഭയെ സംഭവിക്കുന്നത് പറഞ്ഞാൽ സൺഡേ സ്കൂളിന് വിട്ടില്ലെങ്കിലും ട്യൂഷന് വിടും. അതാണ് സംഭവിക്കുന്നത്. കാരണം പിള്ളേരുടെ പേപ്പർ, സൺഡേ സ്കൂൾ പേപ്പറൊക്കെ വാല്യൂ ചെയ്യാൻ തോന്നുമ്പം വളരെ പൂർ അവരുടെ മാർക്ക്. അവർക്കതിനകത്ത് ഒരു കൺസേൺ ഇല്ല. പിള്ളേർക്ക് അതിനെക്കുറിച്ചൊന്നുമല്ല. മാതാപിതാക്കളോട് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ചിന്തയൊന്നുമില്ല. ചുമ്മാ സൺഡേ സ്കൂളിന് വിടുന്നു എന്നുള്ളതല്ല. പനിയാണെങ്കിലും സൺഡേ സ്കൂൾ ചെയ്യും, ട്യൂഷന് വിടുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കണ്ടെത്തുക. ഞാനിപ്പം സഭയിലൊക്കെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പാടാനുള്ള കഴിവുള്ള പിള്ളേരെ മുഴുവൻ ഓരോ സമയത്ത് ടേൺ ചെയ്ത് മാറ്റി എന്ത് ചെയ്യും, അവരെല്ലാവരും കയറി പാടും. ഡ്രം കൊട്ടാൻ കഴിയുന്നവർ അത് ടേൺ ചെയ്ത് മാറും. പായിടാൻ പറയുന്നവർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഞായറാഴ്ചയും ചെയ്യേണ്ട ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ വരുന്നു, അവരത് ചെയ്യുന്നു, അവർക്കത് എന്തിനുന്നില്ല. അപ്പം അതിൻ്റെ തലേദിവസം വരുന്നു. അങ്ങനെ സംഭവിച്ച് കഴിയുമ്പം അവരിലൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും. ഞാനത് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ പ്രേരിപ്പിക്കുക. അവരൊക്കെ പഠിക്കുക. ആദ്യമൊക്കെ അവർ പ്രോത്സാഹനം കൊടുത്തെങ്കിലേ പ്രാർത്ഥിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പം തെറ്റിയാലും കുഴപ്പമില്ല എന്ന് നമ്മളുടെ ഒരു പ്രോത്സാഹനവും മാതാപിതാക്കൾ ഒരു പ്രോത്സാഹനവും ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ശരിയായ നിലയിൽ എന്ത് ചെയ്യുക, ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ബ്ലസ്സൻ മാസ്റ്റർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയുകയാണ്. നമ്മുടെ കിഡ്സ് ചർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് ഒരു മോനെ, അവൻ നല്ലപോലെ കീബോർഡ് വായിക്കുന്നു, അവൻ വർഷിപ്പ് ചെയ്യുന്നു. ഒരു VBSന് പോയപ്പോഴാണ് അവനെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മോനാണ് എല്ലാ ദിവസത്തെയും കിഡ്സ് ചർച്ചിനകത്ത് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് മോനാണ്. അപ്പോൾ അവന് ഭയങ്കര ആവേശമായി. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കൊട്ടാരക്കരയിൽ ഒരു ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനാണ് ഇന്ന് എൻ്റെ കൂടെ വരുന്നത്, അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് മോനാണ്. അവന് ഭയങ്കര ആവേശമാണ്. അപ്പം അവൻ വരുന്നു, അവൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ പന്തളത്തുള്ളൊരു മോളുണ്ട്, ഐറിൻ എന്നാണ് അവളുടെ പേര്. അവൾ ദൈവേഡിനകത്ത് ലെജൻഡായൊരു മോളാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനിയും കിഡ്സ് ചർച്ച് ലീഡ് ചെയ്യേണ്ടുന്ന മോളാണ്. എനിക്ക് അത്ഭുതമായി. കാരണം അവൾ ലീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ മറ്റുള്ള ആൾക്കാരെ കൂടെ വിളിക്കാൻ തുടങ്ങി. മറ്റുള്ള ആൾക്കാരെ കൂടെ വിളിക്കുക, വരണം. എന്നിട്ട് എന്നോട് വിളിച്ച് പറയും, സാറേ ഇൻ്റെ 2 പേരുണ്ട്, അവരെയൊക്കെ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്തേക്കണം. അപ്പം അവർക്കൊരു ചാൻസ് കൊടുക്കുക, അവർക്കൊരു നേതൃത്വം കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര മാറ്റമായിരിക്കും. ഒരു ചർച്ചിൽ ഒരു നമ്മൾ സിമ്പിളായിട്ട് എടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചിലപ്പം ജനൽ ഓപ്പൺ ആക്കുന്നതായിരിക്കാം, പാവിരിക്കുന്നതായിരിക്കാം, മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഏതാണോ അവരുടെ കഴിവുകളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ പാടാൻ കഴിവുള്ളവരായിരിക്കാം, അവർക്കത് കൊടുക്കുക. കീബോർഡ് വായിക്കുന്നവരായിരിക്കാം, ഡ്രംസ് അടിക്കുന്നവരായിരിക്കാം, ഏതാണോ കഴിവ്, ചിലപ്പം എഴുതുന്നതായിരിക്കാം. അവർക്കുള്ള ചുമതലകളെ അവർക്ക് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം വളർന്നു വരാനുള്ള ഒരു വലിയ സാധ്യതയാണ് കിടക്കുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങളില്ല എന്നുള്ളതാണ്. വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സ്റ്റേജിലോട്ട് കൊണ്ടുവന്നാൽ അവരും കൂടെ പാടും. കുറേ പിള്ളേരെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സജി സാറിന് അതിനകത്ത് എന്തെങ്കിലും ഒരു അഡീഷൻ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മുടെ കൂടെ നിർത്തുന്നിടത്ത് കുട്ടികൾക്കൊരു വലിയ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും. ഈ കോവിഡ് കഴിഞ്ഞിങ്ങ് വരുന്ന സമയത്തൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേക്കകത്ത് ഒരു ചോദ്യം ചോദിച്ചത് ഏകദേശം 8000 കുട്ടികളെ കൂട്ടി നടത്തിയൊരു സർവേ. അപ്പം നിങ്ങൾ ചർച്ചുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡിസ്കണക്റ്റഡ് ആയി പോയി എന്ന് പറഞ്ഞ കുട്ടികളുടെ ബാക്കി ചില ചോദ്യങ്ങളോട് കോറിലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായത്
ഈ കോവിഡ് സമയത്തും അത് മാറി വന്ന സമയത്ത് ഈ ചർച്ചിൽ എന്തേലും കാര്യം ഉത്തരവാദിത്വം ചെയ്ത കുട്ടികൾ ആരും ഡിസ്കണക്റ്റഡായി പോയിട്ടില്ല എന്നൊരു റിസൾട്ട് അവിടെ ഉണ്ടായി. അപ്പോൾ അവർക്കൊരു ചർച്ചിലേക്കുള്ളൊരു ഇൻറ്റഗ്രേഷനും ഒരു ഫാമിലി ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ് സാറ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മാത്യു സാറിന് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനായിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. കുഞ്ഞുങ്ങൾക്ക് തെറ്റ് സംഭവിക്കുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ പേരൻസ്, ലീഡേഴ്സ് കണക്കാക്കണം. അവർ തെറ്റ് സംഭവിക്കട്ടെ, അത് നമ്മുടെ ചർച്ചാണ്, അത് അവരുടെ ചർച്ചാണ്. നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ചർച്ചകളിൽ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് അതിലൂടെ അവരുടെ കഴിവുകൾ തീർച്ചയായിട്ടും വർദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. പാസ്റ്റർ, എനിക്ക് സുവിശേഷവേല എന്ന വിഷയത്തോടനുബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത്. എനിക്ക് ഒരു വിശദീകരണം ലഭിച്ചാൽ നല്ലതായിരിക്കും. ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ യുവജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടാനായിട്ട് കഴിയും, അതിൻ്റെ വിശാലതകൾ എന്തൊക്കെയാണ്, അതിൽ പിറ്റ്ഫോൾസ് എന്തെങ്കിലും ഉണ്ടോ, അതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാനായിട്ട് കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദീകരണം കിട്ടിയാൽ കൊള്ളാം. ഡോക്ടർ നെസി ജേക്കബ്. തീർച്ചയായിട്ടും നമ്മൾ ആ സഭയുടെ ഒരു കർത്താവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ പ്ലേസ് ചെയ്യുന്നിടത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ രണ്ടുപേരും കൗൺസിലേഴ്സാണ്. പക്ഷേ എൻ്റെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയുടെ ഉണ്ടാവുന്നതും സാറിൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവുന്നതും ഒരേ ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ ഒരു കമ്മ്യൂണിറ്റി വന്നാലും രണ്ടു പേർക്കും ഉള്ള പ്ലേസ് ഉണ്ട്. അതേപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ദൈവം ഡിസൈൻ ചെയ്തതനുസരിച്ച് ചിലപ്പോൾ അതൊരു ജോബിൻ്റെ കൂടെ ആയിരിക്കും. അത് ആ ജോലിയിൽ ആ വ്യക്തിനെ പ്ലേസ് ചെയ്തെടുത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിലൂടെയാകാം. അതിനോടൊപ്പം എന്താണ് ഒരു നീഡെന്ന് നോക്കുന്ന, അതിനെ തപ്പുന്ന ഒരു ഫോക്കസ് ഉള്ള കുഞ്ഞുങ്ങളാക്കി നമ്മൾ വളർത്തുവാണെങ്കിൽ ഇപ്പോൾ ഈ മുറിയിൽ വന്ന എന്താണ് ഇതിനകത്തെ ഒരു ആവശ്യകത എന്ന് സെർച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളാക്കി നമ്മളൊന്ന് അവരെ അവരുടെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുത്തുവാണെങ്കിൽ ലോകത്തെവിടാണ് എന്താണ് നീടുള്ളത്, എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്താണ് ആവശ്യം, അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നിലൂടെ എങ്ങനെ ആവാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ അവരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലുള്ള ഇമ്പാക്റ്റ്ഫുള്ളുള്ള, അതിനേക്കാളും അപ്പുറം അവരുടെ ജീവിതം കൊണ്ട് തന്നെ ഒരു അർത്ഥമാവുകയാണ്. ഇന്ന് മിക്ക കുഞ്ഞുങ്ങൾക്കും പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് ഒരു പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കോളിംഗ് അവർ തിരിച്ചറിയുന്നിടം വരെ ഈ ഒരു മീനിങ്, ഈ ഒരു വോയിഡ് അവർക്കുണ്ടാവും. അതെന്ന് തിരിച്ചറിയുന്നോ ആ ഒരു കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ അവർക്കുള്ള ആ ഒരു യുണീക്ക് പർപ്പസ്, ആ ഒരു കോളിംഗ് തിരിച്ചറിയുമ്പോൾ ഇതിനെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ഈ ഒരു വേദനകരമായിട്ടുള്ള അനുഭവങ്ങൾക്കും അവിടെ ഒരു മീനിങ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവർക്ക് കർത്താവിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം കർത്താവിനെ അങ്ങ് സ്നേഹിക്കാനും ജീവിതത്തിൽ വന്ന പരാജയങ്ങൾക്കും ജീവിതത്തിൽ വന്ന എല്ലാ തിരിച്ച് വിട്ട എല്ലാ വഴികൾക്കും പരാജയങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ആ റോളിനെ അങ്ങ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യുന്ന ലെവലിലേക്ക് അവർ പ്രാപ്തരാകും. പാസ്റ്റർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നത്, ശരിക്കും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള, ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള ഒത്തിരി പേരാണ് അവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ആ മിനിസ്ട്രികൾ സ്റ്റാർട്ട് ചെയ്ത്, അവർക്ക് തിയോളജിക്കലോട്ടുള്ള യാതൊരു ഡിഗ്രികളും ഇല്ല. പക്ഷേ അവരെ ചെന്ന സ്ഥലത്തൊക്കെ അതെനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ അവർക്ക് കിട്ടിയ ഒരു സ്പാർക്കായിരിക്കാം. അതാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ശരി പാസ്റ്റർ. മുമ്പ് അനിൽ സാറ് പറഞ്ഞതുപോലെ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 80% സഭകളിലെയും പാസ്റ്റർമാരും ജോലിക്ക് പോകുന്നവരാണ്. നമ്മൾ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പം അവർ പറയും, പാസ്റ്ററെ ഞങ്ങളുടെ പാസ്റ്റർ ജോലിക്ക് വരിക. അതിലൊരു അഭിമാനക്കുറവ് അവർക്കെന്തില്ല ഇല്ല. അപ്പം ഞാൻ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സുമാർ. അവർ ഒക്കെ ആകുവാണെങ്കിൽ അവർക്ക് പറയാം. കാരണം ഞാനൊരു സഭയിൽ ഇരുന്നപ്പം ആയുർവേദിക് BPT കഴിഞ്ഞ ഒരു സഹോദരി ആ സഭയിലുണ്ടായിരുന്നു. അവർ 20 പേരെയാണ് 2 വർഷം കൊണ്ട് എന്ത് ചെയ്തത്. കാരണം ഇവർ ചെല്ലുന്ന ആളുകളുടെ അടുക്കൽ സുവിശേഷം പറയും, അത് കഴിഞ്ഞ് എന്നെ വിളിക്കും, പാസ്റ്ററെ ഇന്നതുപോലൊരു പ്രശ്നമുണ്ട്, പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അവർക്ക് ആ കിട്ടുന്ന 7 ദിവസം കൊണ്ട് അവർ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ആ ചെയ്യുന്ന സമയത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ഫിസിയോതെറാപ്പി നടത്തുന്നത്. അപ്പോൾ ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യുന്നതിന് വലിയൊരു തടസ്സമില്ല. നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റാണ് പൂർണ്ണസമയ സുവിശേഷ വേല എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും അതിന് യാതൊരു തടസ്സവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണസമയ സുവിശേഷകരെക്കാട്ടിലും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ പാർട്ട് ടൈമായിട്ടല്ല ജോലിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഓറിയൻറ്റേഷൻ കൊടുക്കുമ്പോൾ
ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഒരു കോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ. അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ നിർബന്ധമായിട്ടും അവർ കർത്താവിൻ്റെ വേലയിലേക്ക് അവരെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ജോയി പാസ്റ്റർ ചോദ്യം. സുവിശേഷ വേലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ 3 ഘടകങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം: 1 സമർപ്പണം, 2 വിശ്വസ്തത, 3 അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ. ഇബ്രാഹിലേഖനം 3-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ പ്രകാരം കാണുന്നുണ്ട്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അപ്പോൾ വിശ്വസ്തത അത്യാവശ്യമാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അപ്പോൾ അഭിഷേകമുള്ള വിശ്വസ്തരായ സമർപ്പണമുള്ള തലമുറയെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചൊരു മറുപടി പറയാം. പാസ്റ്റർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കോർ പോയിൻ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സുവിശേഷ വേല എന്നുള്ളതിൻ്റെ ആ മെത്തേഡ്സ് പലതും നമ്മൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും മിസ്സാക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഹാർട്ട്. ഞാൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനൊരു ദിവസം എന്നെ വിളിച്ച് പറയുകയാണ്, എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഞാനിപ്പോൾ ഒരു ജോലിക്കാരനാണ്, എനിക്ക് പ്രാക്ടിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന്, എടാ നിനക്ക് ചെയ്യണമെന്നുള്ളൊരു ബേർഡൻ ഉണ്ടല്ലോ, കർത്താവ് നിൻ്റെ മുന്നിൽ കൊണ്ടു തരും, നീ അങ്ങ് പറഞ്ഞോളാം. അവന് സംഭവിച്ചത് അതിൻ്റെ 2-ാമത്തെ ദിവസം അവൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരാൾ അവനെ വിളിച്ചിട്ട് പറയടാ, നീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എന്നോട് സുവിശേഷം പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അന്ന് ഞാൻ നിന്നെ കണ്ടമാനം കളിയാക്കിയിരുന്നു, സോറി ചോദിക്കാൻ ഞാൻ വിളിച്ചു. അതിനെന്തിനാ നീ സോറി ചോദിക്കുന്നത്? വേറൊന്നുമല്ല, ഞാനൊരു സത്യാന്വേഷണം തുടങ്ങി, പലയിടങ്ങളിൽ പോയി അവസാനം ഞാനിപ്പോൾ ബൈബിളിലാണ് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിയോൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടെ ഒന്ന് മീറ്റ് ചെയ്താലോ. അങ്ങനെ അവർ ഒരു സൂം മീറ്റിംഗ് വെച്ച് തമ്മിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. 3-ാമതൊരു സുഹൃത്തിനെ കൂടെ കൂട്ടി. അതിപ്പം 18 പേരുണ്ട്. ആരും പെന്തക്കോസ്തുകാരില്ല, ദൈവമക്കളില്ല. 18 പേരും കർത്താവിനെ അറിയാത്തവർ. അതിനകത്ത് 4 പേര് ഓൾറെഡി സ്നാനപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത് അവൻ്റെ അകത്തൊരു ബേർഡൻ ഉണ്ടായി എന്നതായിരുന്നു പ്രധാന പോയിൻ്റ്. ആ ക്രിയേഷൻ നടന്നാൽ, അകത്തൊരു ബേർഡൻ ഉണ്ടാകുക എന്ന ക്രിയേഷൻ നടന്നാൽ, എവിടെ കൊണ്ട് ഏതൊക്കെ സാഹചര്യത്തിലിട്ടാലും ആ വ്യക്തി ഒരു സുവിശേഷകനാകും. പൗലോസ് കൂടാരപ്പണി ചെയ്തെങ്കിലും പ്രയോറിറ്റി സുവിശേഷകരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ, നോർത്ത് ഇന്ത്യയിലും ഇതുപോലെ പാസ്റ്റർ പറഞ്ഞ പോലെ, നോർത്ത് ഇന്ത്യയിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട ഒത്തിരി പാസ്റ്റർമാർ വിശ്വാസികളാണ്, അവരവരുടെ ഗ്രാമത്തിൽ സുവിശേഷം പറഞ്ഞ ഒരു പാസ്റ്ററായി. ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ ഞാൻ വായിച്ചത്, ലോകത്താകമാനമുള്ള പാസ്റ്റർമാരിൽ 90% പാസ്റ്റർമാരും ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെന്ന്. പക്ഷേ എത്രയോ ചർച്ചകൾ വളരുന്നു. അപ്പോൾ സുവിശേഷ വേലയെക്കുറിച്ചുള്ളൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിയുമ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് പാസ്റ്റർ പറഞ്ഞ പോയിന്റിലേക്കായിരിക്കും. ആ ബേർഡൻ ഉണ്ടോ, ആ ഹാർട്ടുണ്ടോ, കർത്താവിനെക്കുറിച്ച് പറയാനുള്ള ഭാരമുണ്ടോ എന്നിടത്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഒരു കൺക്ലൂഷൻ ഇതിലേക്ക് നമ്മൾ വരികയാണ്. ഷൈജു ഞാറക്കൽ പാസ്റ്റർ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകളിൽ ഒന്നാണ് സുവിശേഷം അറിയിക്കുക, അതിന് ശിഷ്യന്മാരാക്കുക എന്നുള്ളത്. അതിന് നമ്മൾ നമ്മുടെ സഭകളിൽ അതിനുള്ളവരെ പ്രാപ്തരാക്കി എടുക്കുക, കഴിവുള്ളവരെ കണ്ടെത്തുക, അവരെ ആത്മിക ശുശ്രൂഷകളിൽ പരിപോഷിപ്പിക്കുക, അതിന് നമുക്കാൽ കാണുന്ന എല്ലാവിധമാകുന്ന കൈത്താങ്ങൽ കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുക, അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാനസിക ശക്തി അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മൾ പിൻപിലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഏറ്റവും അടിസ്ഥാനമായ ആവശ്യം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാവരും ആഗ്രഹിക്കുന്നത് അംഗീകരണം ലഭിക്കുക എന്നുള്ളത്, അക്സെപ്റ്റൻസാണ്. അംഗീകരിക്കപ്പെടുന്നു എന്ന ബോധ്യമുണ്ടായാൽ പിന്നെ എന്തു ചെയ്യും? അത് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഏത് വ്യക്തിയെയും പൗലോസിൻ്റെ ഒരു വാക്കിൽ പറയുന്നുണ്ട്, അത് അല്ലെങ്കിൽ ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നിർബന്ധത്താലാണെങ്കിലും വാശിക്കാണെങ്കിലും അവർ യേശുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കപ്പെടുന്നതിനെ കളിയാക്കാതെ അതിനെ പരിപോഷിപ്പിച്ച് അത് ആത്മാക്കളുടെ വിടുതലിനാണെന്ന് കാണാൻ കഴിയുന്ന ഒരു ദർശന മനോഭാവത്തിലേക്ക് മാറ്റപ്പെട്ടാൽ സുവിശേഷീകരണം വ്യാപകമായി മാറും. അത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഷൈജു പാസ്റ്റർ. വളരെ നല്ല കുറേ ചിന്തകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചു. ഇനിയും വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ നമ്മുടെ സഭകളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അടുത്തൊരു തലത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത്? ഇത് എല്ലാ ഇടയശുശ്രൂഷ ചെയ്യുന്നവരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. തുറന്നു പറയാമെന്ന മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ അനിൽ ഇലന്തൂർ. ഗാഡ്
ബ്ലസ് യു.